Amritwani Life Speed Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, നമുക്കൊന്ന് ഗ്രൂ റൗണ്ട് വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു പണി കൊടുക്കാം. ഓക്കെ, പാടാൻ വരുന്നത് നമ്മുടെ അച്ചുകുട്ടിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അശ്വതി. അച്ചുപെണ്ണേ ചേച്ചി നന്നായി പാടിയല്ലോ. താങ്ക് യു. സൂപ്പർ ആയിട്ട് പാടി. ടെൻഷൻ ആയിരുന്നല്ലേ കൊച്ചിന്? എത്താത്തതിന്റെ ടെൻഷൻ. സാരല്ല, അധികം സംസാരിക്കണ്ട, ചോദിക്കാം നമുക്ക്.
ചേച്ചി. അച്ചു സുന്ദരി മാം. അസലായിട്ട് പാടി. താങ്ക് യു. തീരെ ശബ്ദം വയ്യ എന്ന് അറിയാം, പക്ഷെ എന്നാലും ദൈവം തുണച്ചു. അവിടെ ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ട് പാളിപ്പോകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തൊണ്ട വയ്യാണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പോയി. നല്ല സ്മൂത്തായിട്ട് പാടി, സുന്ദരമായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. മോളുടെ ആ ഒരു ഒന്നാമത് സ്കെയില് കുറച്ചല്ലോ, കുറച്ചപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഡിഫറെന്റ് ഒരു ഫീല് വന്നു പാട്ടിന്. മനോഹരമായ ഒരു പാട്ട് സെലക്ഷൻ, അസലായിട്ട് മോള് പാടുകയും ചെയ്തു. നമ്മുടെ ഓർക്കസ്ട്ര വായിച്ചതും മനോഹരമായിരുന്നു. ശരിക്കും നല്ലൊരു ഫീല്. ഇവിടെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കൈകുട്ടി കളിയൊക്കെ ആയിരുന്നു, തിരുവാതിരയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാട്ടിന്റെ ഇടയിലൊക്കെ. അല്ല, ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ അശ്വിനെ ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് സാർ. അശ്വിൻ പല തരത്തിലുള്ള ഡാൻസ് ആയിരുന്നു. അശ്വിൻ നന്നായി അതിന് യോ കിട്ടും. അത് കണ്ടോ? അത് കണ്ടില്ല. ആ, അശ്വിൻ ആദ്യം ഇതായിരുന്നു, അതെ. അത് കഴിഞ്ഞ് സഞ്ജയുടെ കൂടെ കൂടി, പിന്നെ ഇതായിരുന്നു സ്റ്റെപ്പ്. ഇല്ല മഞ്ജരി, കൊറേ നേരം അവിടെ അശ്വിനും പിന്നെ പാർവും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വഴി തെറ്റിക്കുന്നതുകൊണ്ട് ഈ പിള്ളേരെ അത് നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഗ്രേസ്ഫുള്ളി കുറച്ച് കഴിഞ്ഞാൽ ഡാൻസ് ഒന്ന് കളിക്കണം. അയ്യോ, അത് ഓണത്തിനെ കളിക്കാൻ പാടുള്ളൂ. അല്ല, എനിക്ക് ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ആ ഒരു സ്റ്റെപ്പ് ഇട്ടിരുന്നു അശ്വിൻ, ഒന്ന് കാണിക്കൂ. പാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയറിലുള്ള അവിടെ വെച്ച് ഈ പാട്ട് പാടിയപ്പോൾ ഉണ്ടായ ഒരു എഫക്റ്റ്. എന്തായാലും എല്ലാരും എൻജോയ് ചെയ്തു. അച്ചുവിന്റെ ഉള്ളില് ഈ ഗ്രൂവിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഗ്രൂവ് ഒന്നും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പാടിപ്പോയി. നമ്മുടെ ടെൻഷൻ മുഴുവൻ റിതം സെക്ഷന് മാത്രമായിരുന്നു അല്ലേ? അവർക്ക് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ മോളുടെ ഒക്കെ മോള് ഭംഗിയായിട്ട് ചെയ്തു, അസലായിട്ട് പാടും ചെയ്തു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. അച്ചു സാർ, ചക്കരെ വൃത്തിയായിട്ട് പാടിയിടാം. നല്ല ഐശ്വര്യമായിട്ട് കൂളായിട്ട് നീ എങ്ങനെ ഡ്രസ് ചെയ്ത് വന്നിട്ടുണ്ടോ ആ ഒരു ചന്തം പാട്ടിലും ഉണ്ടായിരുന്നു. ഉഗ്രനായിട്ട് പാടി. എനിക്ക് കുറേ ഇഷ്ടമായി പാടിയത്. എനിക്ക് പേടിയായിരുന്നു സത്യം. ആ മുകളിലൊക്കെ പോകുമ്പോൾ വാർമുടിയൊക്കെ എങ്ങനെ അഴിക്കുമോ ആവോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. ചിലതൊക്കെ നല്ല ശ്രുതിശുദ്ധമായിട്ട് പാടി. അത് വണ്ടർഫുൾ. ഈ മൂക്കടപ്പ് ജലദോഷമൊക്കെ വരുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കൺട്രോൾ കിട്ടും. മൂക്കായിരിക്കുന്നേ ഉള്ളൂ പാടുന്നത്, പക്ഷേ കൺട്രോൾ കുറേ കൂടെ കിട്ടും. അങ്ങനെ ഉണ്ടോ? എനിക്ക് ഇത്ര നേരം കിട്ടിയായിരുന്നില്ല ഹൈ ഒന്നും. പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ചും കൂടി കിട്ടി. ഓക്കെ. അല്ല, ചിലരൊക്കെ അങ്ങനെ പറയും. പക്ഷെ അച്ചു നല്ല മനോഹരമായിട്ട് പാടി അച്ചു കേട്ടോ. എനിക്ക് ആകെ ആ ഗായിക മാത്രം ഒന്ന് പാടിത്തരാമോ? ആ, അവിടെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പേടി ഓട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കുഴപ്പമില്ല. സെക്കൻഡ് ചരണം ബ്യൂട്ടിഫുള്ളായിട്ട് പാടി കേട്ടോ. എനിക്ക് കുറേ ഇഷ്ടമായടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. അച്ചൂസേ സാർ, ഇതിലിപ്പോ ആർക്കാണ് മൂക്കടപ്പും ജലദോഷവും തൊണ്ടവേദനയും സംസാരിക്കുമ്പോഴേ തോന്നുള്ളൂ നമുക്ക്. വാട്ട് അച്ചു? വൈ അച്ചു? അറിയില്ല. പക്ഷെ എന്നാലും മോൾ അസലായിട്ട് പാടി. ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ പാട്ട്? നല്ല പോലെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇപ്പൊ എന്തായാലും ഇനി സമാധാനത്തിലിരിക്കെ നന്നായിട്ട് തന്നെ പാടി. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഹൈ പോർഷൻ എന്ന് പറയുന്നത് നൂപുരം അല്ലേ? അവിടെ അല്ലേ ടെൻഷൻ? അപ്പം എനിക്കൊന്ന് അവിടെ ഒന്ന് വോയിസ് കുറച്ച് കംപ്രസ് ചെയ്തിട്ടാണ് പിടിച്ചാണ് മോള് പാടുന്നത്. മൈക്ക് ഇച്ചിരി അകറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അകറ്റി വെക്കണ്ട, അടുത്ത് തന്നെ വെച്ചോ. കാരണം പ്രത്യേകിച്ച് കംപ്രസ് ചെയ്ത് പാടുമ്പോഴേ നമ്മുടെ ലെവൽ കുറയും. അപ്പം നൂപുരം മോൾ പാടുന്നുണ്ട്, അത് ആക്ച്വലി ഹിറ്റും ചെയ്യുന്നുണ്ട് നോട്ട്. പക്ഷെ ഈ മൈക്ക് ഇച്ചിരി ഒരു പൊടിക്ക് ദൂരെ വെക്കുന്നതുകൊണ്ട് ലെവൽ കുറയുന്നു. അത് മാത്രം നെക്സ്റ്റ് ടൈം നൂപുരം പാടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇനി നൃത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരു സ്റ്റേജിലേക്ക്, വേദിയിലേക്ക് വരും. ഭയങ്കര കോർഡിനേഷൻ ആയി. നിങ്ങൾ ഇത്ര ദൂരത്ത് നിന്നിട്ട് എന്തിനാ ഇങ്ങനെ ഇതാക്കണത്? അവിടെ തന്നെ അശ്വിനും സഞ്ജയായിരുന്നു. നീ മിണ്ടരുത്. നിന്റെ ഫുൾ ഗോഷ്ഠികൾ ഇവിടെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ചെല്ലു ചെല്ലു പോ.
മണമൊഴുകി ആതിരവിരിയും തളിരു ഞാലായി തുളസി കതിരാടി മംഗളപാലയിൽ ഗന്ധർവനടരുകയാ വാൽ കണ്ണെഴുതിയ മാമ്പൂ മണമൊഴുകി സീരിയസ് ആയിട്ട് ഒരു ലാസ്റ്റ് ചാട്ടം ഇനിയുണ്ടോ? ചാട്ടം കൈകൊട്ടിക്കളിയിലുണ്ട്, പക്ഷെ ഇത് വല്ലാത്തൊരു ചാട്ടമായിപ്പോയി. പക്ഷെ എനിക്ക് പാറു ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ. നീ ഡാൻസ് ചെയ്യുന്ന നല്ല സുഖമാണ്. ഇവ മഹാ ഉഴപ്പി കളഞ്ഞു. പാറു, അതായത് ഈ ജന്മത്തിൽ ഇനി എന്തെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അത് മാറിക്ക. പക്ഷെ ഞങ്ങൾ സൂപ്പർ ആയിരുന്നു. നിങ്ങൾ പൊളിയായിരുന്നു, വൻ പൊളിയായിരുന്നു. മാർക്സ് ചോദിക്കാം. ശരത് സാർ. അച്ചു സാർ എത്ര ആയിരിക്കും അച്ചു? എന്നെ കണ്ടാ മനസ്സിലാവും അച്ചു. 9.5. 9.5. താങ്ക് യു സാർ. ചേച്ചി അച്ചു സർ 9.5. താങ്ക് യു മാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷാനിക്ക. അച്ചു ഒട്ടും കുറയ്ക്കുന്നില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കേ, സോ ടോട്ടൽ 19. താങ്ക് യു. സൂപ്പർ. ഗുഡ് ജോബ് മോളെ, ഗുഡ് ജോബ്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. സൂപ്പർ.